വാർത്തയിലേക്ക്. എറണാകുളത്ത് 37 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതി സോണിയ മുൻപും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയെന്ന് റെയിൽവേ പോലീസ്. സോണിയും മറ്റൊരു പ്രതിയായ അനിത ഖാത്തൂനും ബംഗാളിൽ നിന്ന് കഞ്ചാവ് കേരളത്തിലെത്തിക്കുന്ന കാരിയേഴ്സ് ആണെന്നും പോലീസ് അറിയിച്ചു. ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്ന യുവാവ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടെന്നും കണ്ടെത്തൽ. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഈ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു? ഇന്നലെ ഉച്ചയോടെയാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് സ്ത്രീകൾ കഞ്ചാവുമായി പിടിയിലായത്. 37 കിലോ കഞ്ചാവായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. 3 സൂട്ട് കേസുകളിലായി ഇവർ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കഞ്ചാവ് കൊണ്ടുവരികയായിരുന്നു. മുർഷിദാബാദ് സ്വദേശിനികളായിരുന്നു ഇരുവരും. അവിടെ നിന്ന് കഞ്ചാവ് കേരളത്തിലേക്ക് ആണ് എന്നായിരുന്നു പ്രാഥമികമായി ലഭിച്ചിരുന്ന വിവരം. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് പിടികൂടിയവരിൽ ഒരാളായിട്ടുള്ള സോണിയ മുൻപും കേരളത്തിലേക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇവർ ഇടനിലക്കാരാണ്. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ കഞ്ചാവ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല, പോലീസ് ഇവരെ രണ്ടുപേരുമായിരുന്നു ഉണ്ടായിരുന്നത്. സംശയം തോന്നി, പോലീസിന്റെ പരിശോധനയിൽ സംശയം തോന്നി ഇവരുടെ ബാഗുകൾ പരിശോധിച്ചപ്പോഴാണ്, സൂട്ട്കേസുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം, ഇവരുടെ ഒപ്പം ഒരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ യുവാവ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. പോലീസിലൊരു അന്വേഷണം നടത്തി വരികയാണ്. വിശദമായി ഈ പിടികൂടിയ രണ്ട് സ്ത്രീകളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറ്റു വിവരങ്ങൾ, ആർക്കാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്താനുണ്ട്. എറണാകുളത്തെ കഞ്ചാവ് വേട്ടയിലാണ് കണ്ടെത്തലുകൾ. പ്രതികൾ മുൻപും